അപ്പോൾ സാധാരണ ഒരു ആറന്മുള നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ രീതിയിൽ ആളുകൾ സ്വയമേവ വന്ന് ഇതിൽ പങ്കാളികളാകുന്ന വളരെ വളരെ ആവേശകരമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലം തന്നെ ആണെങ്കിലും റോഡുകൾ മുതൽ ഒരു റോഡ് പോലും PMRVC ടാറിങ് ചെയ്തിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് റോഡ്, സ്കൂള്, ആശുപത്രികൾ, അതുപോലെ പാലങ്ങൾ, അതുപോലെ വികസന പദ്ധതികൾ മാത്രമല്ല സാമൂഹികക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് അതിനോട് നല്ല പ്രതികരണമാണ് ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം നേടാൻ കഴിയും. ഹൃദയപക്ഷത്തിന് ഒരു വോട്ട്, ഇടതുപക്ഷത്തിന് ഒരു വോട്ട് എന്നുള്ളത് തന്നെയാണ്. അത് ജനങ്ങൾ വളരെ ആവേശത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ് ഇന്ന് രാവിലെ ദിലീപിന് നീതി ലഭിച്ചുവെന്നും ഈ അപ്പീലിന് പോകുന്ന സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നും ഒരു പ്രതികരണം നടത്തി. ഈ പറഞ്ഞ നേതാവിന്റെയും ആ നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഈ പെൺകുട്ടി കഴിഞ്ഞ 9.5 വർഷക്കാലം, 10 വർഷത്തോളം ആ കുട്ടി അതിന് അനുഭവിച്ച വലിയ മാനസിക വ്യഥ, നേരിട്ട അതിക്രൂരമായിട്ടുള്ള പീഡനം, ആക്രമണം, അവൾ അതിലെടുത്ത സുധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാടാണ് ഈ പോരാട്ടങ്ങളെ മുന്നോട്ട് നയിച്ചത്. തീർച്ചയായും അവൾക്കൊപ്പമാണ് സർക്കാർ, അവൾക്കൊപ്പം തുടർന്നുമുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ നേതാവിന്റെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും സ്ത്രീ വിരുദ്ധതയാണ് ഈ നിലപാടിലൂടെ വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിൽ മാത്രമല്ലല്ലോ, ഈ അനേകം സംഭവങ്ങളിലൂടെ അത് വളരെ 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 വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധതയാണ് അതിലുള്ളത്. അടൂർ പ്രകാശിന്റെ പ്രതികരണം വിവാദമായി മാറുകയാണ്. UDF-നെ വെട്ടിലാക്കുന്ന പ്രതികരണമാണ് അടൂർ പ്രകാശ് നടത്തിയപ്പോൾ. KN ബാലഗോപാൽ